ഈ നീറ്റ് എക്സാമിനേഷൻ എന്തിനാണ്? പൊതുവെ നമ്മളുടെ ഒരു ധാരണ MBBS BDS അഡ്മിഷന് വേണ്ടിയാണ്. ആ ധാരണയിൽ തെറ്റൊന്നുമില്ല, ഒരു സംശയമില്ല. അഖിലേന്ത്യാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലുള്ള അലോട്ടഡ് സീറ്റുകൾക്ക് MBBS BDS സീറ്റുകൾക്ക് നിർബന്ധമായിട്ടും നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിരിക്കണമെന്ന് മാത്രമല്ല, ഒരു പെർട്ടിക്കുലർ റാങ്കും ഉണ്ടായിരിക്കണം. അത് കേരളത്തിലും ഇന്ത്യ മൊത്തത്തിലുള്ള കാര്യം മാത്രമല്ല, വിദേശത്ത് പോയി പഠിക്കണമെങ്കിലും നിർബന്ധമായിട്ടും നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യണം. അതിലൊരു പ്രത്യേക കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവുകയും ചെയ്യണം. ഈ പ്രാവശ്യം കട്ട് ഓഫ് മാർക്ക് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ അത് പിന്നീടുള്ള നോട്ടിഫിക്കേഷനുകളിൽ വന്നേക്കാം. ഇനി ഈ നീറ്റ് എക്സാമിനേഷനിൽ MBBS BDS മാത്രമേ, MBBS എന്ന് പറയുമ്പോൾ ഏതാണ്ട് 379 കോളേജുകളാണ്. അത് 20 എയിംസ് വരുന്നുണ്ട്. അതിന്റെ ഫുൾ സീറ്റ് ഇതിലൂടെയാണ് വരുന്നത്. ജിപ്മറിന്റെ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് സീറ്റ്സ് ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്നുണ്ട്. സ്റ്റേറ്റ് കോട്ടയ്ക്ക് വേണ്ടി, പോണ്ടിച്ചേരി കോട്ടയ്ക്ക് വേണ്ടി വേറെ സീറ്റ് ഉണ്ട്. ആ സീറ്റ് പക്ഷേ പോണ്ടിച്ചേരി പ്രോസസ്സിലൂടെയാണ് നികത്തുന്നത്. ദെൻ പിന്നെ വരുന്നത് ESIC കോളേജുകൾ, 13 ESIC കോളേജുകളുണ്ട്. ഏതാണ്ട് 47ഓളം BDS കോളേജുകൾ മാത്രമായിട്ട് ഓൾ ഇന്ത്യ ഗവൺമെന്റ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ പ്രൈവറ്റ് സീറ്റാണ് മുഴുവൻ വരുന്നത് ഈ നീറ്റ് വഴിയാണ്. നീറ്റിന്റെ മാത്രമല്ല MCC പ്രോസസ്സ്. കാരണം നീറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്. ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഈ അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് MCC ആണ്, മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി. അത് ഓൾ ഇന്ത്യ കോട്ട സീറ്റിന് വേണ്ടി. ഈ MCC വഴിയാണ് ജിപ്മറിന്റെ ഒരു വിഭാഗം സീറ്റും ESICയുടെ ESI കോട്ട, IP കോട്ടയും അതുപോലെ തന്നെ അതിലുള്ള 15% ഓൾ ഇന്ത്യ കോട്ടയൊക്കെ നികത്തുന്നത് ഈ MCC ആണ്. ഇനി AFMCയുടെ MBBS ഇതിലൂടെയാണ്. പക്ഷേ നീറ്റാണ് റാങ്ക് പരിഗണിക്കുന്നത്, നീറ്റ് വഴിയാണ്. പക്ഷെ അഡ്മിഷൻ പ്രോസസ്സിൽ MCCയിൽ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ ടോളർ എന്ന് പറഞ്ഞൊരു എക്സാമിനേഷനും അത് കഴിഞ്ഞ് ഫിസിക്കൽ ഫിറ്റ്നസ്സും ഒക്കെ പരിശോധിച്ച് ഒറ്റ ദിവസം തന്നെ ടോളറും ഈ ഫിസിക്കൽ ഫിറ്റ്നസ്സും ഒക്കെ ചെയ്യുന്നു. പക്ഷേ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുന്നത് MCC അല്ല. MCCയുടെ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ AFMC ചേർക്കാം. അതുവരെയേ ഉള്ളൂ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അഡ്മിഷൻ പ്രോസസ്സ് AFMC നേരിട്ടാണ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ജിപ്മറിന്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട എയിംസ് 20 ഉണ്ട്. 20ന്റെ മുഴുവൻ സീറ്റും 20 കോളേജുകളുടെയും 20 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും മുഴുവൻ സീറ്റും MCC ആണ് അലോട്ട് ചെയ്യുന്നത്, നീറ്റ് റാങ്കിന്റെ ബേസിലാണ്. ദെൻ അതുപോലെ മറ്റൊന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ MBBS ഇതിലാണ് വരുന്നത്. അത് MCC തന്നെയാണ് അലോട്ട് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള ലേഡി ഹാർഡിംഗ്, മൗലാന ആസാദ് ഒക്കെ ഉള്ള കോളേജുകളൊക്കെ ഇതിലൂടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി കീഴിൽ അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഇതിലാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ട 15% സീറ്റ് ഔദ്യോഗികമായിട്ട് ഫില്ല് ചെയ്യുന്ന MCC പ്രോസസ്സിൽ പങ്കെടുക്കണമെങ്കിൽ നീറ്റ് ചെയ്യണം. അതിന് പുറമെ സ്റ്റേറ്റുകൾ, ഇപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റിന് പ്രോസസ്സിൽ പങ്കെടുക്കാം. അതിന് പുറമെ കേരളത്തിൽ വരുന്ന 85% സീറ്റ്, ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 100 സീറ്റാണെങ്കിൽ 15 സീറ്റ് ഓൾ ഇന്ത്യ കോട്ടക്ക് പോയാൽ ബാക്കി 85 സീറ്റ് സ്റ്റേറ്റ് കോട്ട. ഈ സ്റ്റേറ്റ് കോട്ടയിലെ അലോട്ട്മെന്റിന് പങ്കെടുക്കണമെങ്കിൽ നീറ്റ് റാങ്ക് കേരള റാങ്കായിട്ട് കൺവേർട്ട് ചെയ്ത് അതിന്റെ ബേസിൽ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കണം. അപ്പോൾ ഇത് വളരെ രസകരമാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നീറ്റിൽ ഏതൊക്കെ വരുന്നു, ഏതൊക്കെ കോളേജുകൾ, ഏതൊക്കെ കോഴ്സുകൾ കൊടുക്കുക എന്നുള്ളൊരു ധാരണ നമ്മൾ എന്തായാലും ഉണ്ടാക്കണം. ഈ MBBS BDS മാത്രമല്ല, ആയുഷിന്റെ പ്രോഗ്രാമുകൾ, ആയുർവേദ, ഹോമിയോ, യുനാനി, സിദ്ധ, ഈ 4 കോഴ്സുകളും കേരളത്തിൽ വരുന്നുണ്ട്. ആ കേരളത്തിന്റെ അലോട്ട്മെന്റ് 85% കോട്ട, സ്റ്റേറ്റ് കോട്ട ഈ നീറ്റ് റാങ്കിനെ കേരള റാങ്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ആയുഷ് കൗൺസിൽ തന്നെ ഓൾ ഇന്ത്യ തലത്തിലുള്ള ഗവൺമെന്റും എയ്ഡഡും ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ, കോളേജുകളുടെ അഡ്മിഷൻ പ്രോസസ്സിൽ 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റ് ഫില്ല് ചെയ്യുന്നതും ഈ നീറ്റ് എക്സാമിനേഷൻ്റെ റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇടയ്ക്ക് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ആയുഷ് വേറെ തന്നെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഒരു ടെസ്റ്റിനെ കുറിച്ച് പ്രോസ്പെക്ടസിൽ എന്തായാലും പറഞ്ഞിട്ടുമില്ല. ആയുഷ് കോഴ്സുകൾക്ക് ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഇതിലൂടെയാണെന്നുള്ളൊരു പ്രസ്താവന നീറ്റിന്റെ പ്രോസ്പെക്ടസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ എന്തായാലും ഈ പറഞ്ഞ ആയുഷ് അലോട്ട്മെന്റിനും ഓൾ ഇന്ത്യ അലോട്ട്മെന്റിനും നമ്മൾ നീറ്റ് എഴുതുക തന്നെ വേണം. ദെൻ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ
47-ലധികം കോളേജുകൾ, 47-നടുത്ത് കോളേജുകളിൽ ഓൾ ഇന്ത്യ കോട്ട 15% സീറ്റ് ഫില്ല് ചെയ്യുന്നത് നീറ്റ് റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ നീറ്റ് എക്സാമിനേഷൻ എഴുതി റാങ്കിൽ വന്ന ശേഷം വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ പിന്നീട് ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് പ്രോസസ്സിൽ നമ്മൾ നീറ്റ് റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോസസ്സിൽ പങ്കെടുക്കണം. AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാജ്യത്തെ ഏറ്റവും നല്ല ഒരു മെഡിക്കൽ കോളേജാണ്. ആ കോളേജിൻ്റെത് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മൾ അവരുടെ സൈറ്റ് വഴി പങ്കെടുക്കണം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ഈ പ്രോസസ്സിലൂടെ പങ്കെടുക്കണം. ദെൻ ജിപ്മറിൻ്റെ പാരാമെഡിക്കൽ കോഴ്സുകളെല്ലാം നീറ്റിൻ്റെ റാങ്കിൻ്റെ ബേസിൽ വേറെ തന്നെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സിൽ പ്രത്യേകിച്ച് അതിൽ തന്നെ അവർക്ക് നഴ്സിംഗ് വരുന്നുണ്ട്. നഴ്സിങ്ങിന് പുറമെ ലാബ് ടെക്നോളജി, റേഡിയോളജി, അനസ്തഷ്യ ഇങ്ങനെ കോഴ്സുകളൊക്കെ വരുന്നുണ്ട്. റേഡിയോ തെറാപ്പി വരുന്നുണ്ട്. ഈ കോഴ്സുകളെല്ലാം നീറ്റ് റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്നത്. ഇനി ദേശീയ തലത്തിൽ തന്നെ 8ഓളം ദേശീയ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നഴ്സിംഗ് BSc നഴ്സിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ നീറ്റ് റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ട് MCC ആണ് അതിൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ MCC പണ്ട് MBBS BDS മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം MCC വഴി നഴ്സിംഗും എന്ത് ചെയ്യുന്നുണ്ട്? അലോട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ കൃത്യമായിട്ട് പങ്കെടുക്കുകയും വേണം കേട്ടോ. ദെൻ അതിന് പുറമെ പക്ഷേ ഈ നമുക്ക് ജിപ്മർ വേണോ, എയിംസിൽ കൊടുക്കണോ, അതല്ലെങ്കിൽ BH കൊടുക്കണോ, AFMCയിലൊക്കെ കൊടുക്കണോ എന്നുള്ളതൊക്കെ പിന്നീട് വരുന്നത് എപ്പോഴും സത്യത്തിൽ ഈ MCC അലോട്ട്മെന്റ് പ്രോസസ്സ് വരുമ്പോഴാണ്. അല്ലെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ്റെ റാങ്കിന് ശേഷം ഓരോന്നിനും ഇപ്പോൾ BCIക്ക് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് വേറെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കണം, ജിപ്മറിൻ്റെ പാരാമെഡിക്കലിന് വേറെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കണം. പക്ഷേ നഴ്സിംഗിന് ഓൾ ഇന്ത്യ MCC അലോട്ട്മെന്റ് തന്നെയാണ്. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം, നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു സാധനമാണ് ഈ ISC ഉണ്ടല്ലോ, ലോകോത്തര ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ലോക റാങ്കിങ്ങിലൊക്കെ സ്ഥാനം നേടിയ ഒരു സ്ഥാപനം. അതിൻ്റെ ഒരു ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്, BS 4-year പ്രോഗ്രാം ഉണ്ട്, ഒരു റിസർച്ച് ഓറിയന്റഡ് അക്കാഡമിക് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ സെലക്ഷൻ IIT ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷന് പുറമെ നമ്മൾ ഈ നീറ്റ് വഴി നീറ്റിൻ്റെ റാങ്ക് പരിഗണിച്ചുകൊണ്ട് എടുക്കാറുണ്ട്. പണ്ട് അഗ്രികൾച്ചർ, കേരളത്തിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ, അഗ്രികൾച്ചറും ഫിഷറീസും ഫോറസ്ട്രി എല്ലാം ഈ നീറ്റ് റാങ്ക് കേരള റാങ്കായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ്. ദെൻ അതിലൊരു സംശയമില്ല. അതുകൊണ്ട് ഇവിടെ അത് കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും നീറ്റ് എഴുതണം. പക്ഷേ മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയ ഒരു പ്രോസസ്സാണ്. ഐക്കാർ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾക്ക് വേണ്ടി. ഓൾ ഇന്ത്യ കോട്ടയിൽ ഏതൊക്കെ വരുന്നത്? ഐക്കാർ റിലേറ്റഡ് കോഴ്സുകൾ അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, പുറമെ മാത്സ് ഓറിയന്റഡ്, ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അത് മാത്സ് ഓറിയന്റഡ്, ബയോളജി ഓറിയന്റഡ്. ഇതിന് CUET എക്സാമിനേഷൻ ആണ് വേണ്ടത്. CUET എക്സാമിനേഷൻ ഇപ്പോൾ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. നമ്മൾ എന്തായാലും എക്സാമിനേഷൻ അടുത്ത മെയ് മാസത്തിൽ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആയിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് CUET ഒരു സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും ഞാൻ ഈ പറഞ്ഞതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനു വേണ്ടിയാണ് നീറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായി നീറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. യഥാസമയങ്ങളിൽ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടുള്ള പ്രോസസ്സ് വേറെ തന്നെ നടക്കും. അതിൽ പങ്കെടുക്കുക. നീറ്റ് എക്സാമിനേഷൻ എഴുതി എന്നതുകൊണ്ട് മാത്രം, അപ്പിയർ ചെയ്തു എന്നതുകൊണ്ട് മാത്രം അഡ്മിഷൻ കിട്ടും ഉറപ്പൊന്നുമില്ല. കാരണം പ്രോസസ്സിൽ പങ്കെടുക്കുന്ന റാങ്കിൽ വരണം. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദേശ പഠനത്തിന് ഒരുപാട് ഓഫറുകൾ വരും, എഴുതണ്ടെന്നൊക്കെ വരും. നിങ്ങൾ നിർബന്ധമായിട്ടും നീറ്റ് എക്സാമിനേഷൻ എഴുതി ക്വാളിഫൈ ചെയ്യണം. ഇനി ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള കോളേജുകൾ ഞങ്ങൾ സീറ്റ് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരും. ശ്രദ്ധിക്കുക, വേണ്ടാത്ത പണിക്കൊന്നും പോയേക്കരുത്. ആ പ്രോസസ്സിലൂടെ തന്നെ സീറ്റിന് വേണ്ടി, സീറ്റ് പ്രോസസ്സ് വളരെ സിമ്പിളാണ്, വളരെ രസകരമാണ്. ശ്രമിച്ചാൽ വളരെ കൃത്യമായിട്ട് ചെയ്യാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ പേടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കരിയർ ഗുരുവിൻ്റെ കോഴിക്കോട് ഓഫീസിൽ വന്ന് ചെയ്യുക. അതുവരെ വണക്കം, ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.